ഈ പള്ളുരുത്തിയുടെ പേരുകൊണ്ട് പ്രശസ്തരായ ഒട്ടനവധി കലാകാരന്മാരുള്ളൊരു നാടാണ് പള്ളുരുത്തി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള, നമ്മുടെ കാതുകൾക്ക് ഇമ്പമേകുന്ന ഒത്തിരി സിനിമാ ഗാനങ്ങളിലൂടെ മലയാള കരയെ എന്നും എന്താ പറയുക, ആസ്വാദനത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ പ്രദീപ് പള്ളുരുത്തിയാണ് ഇനി ഉത്സവവിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. വ്യത്യസ്തനായ ഒരു കലാകാരൻ, ഒരു ബാലനാണ് പ്രദീപേട്ടൻ എന്ന് പറയുന്നത് അല്ലേ? പ്രദീപേട്ട, ഈ ഉത്സവ കാലയളവിൽ എന്തൊക്കെയാണ് പറയാ ഓർമ്മകൾ പങ്കുവെക്കാറുള്ളത്? എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞാൽ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഈ മണ്ണിലൂടെ നടന്നിട്ടാണ് നമ്മളിങ്ങനെ പാട്ടുകാരനായതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മണ്ണിനോടും ഒക്കെയുള്ള, ഈ ക്ഷേത്രത്തോടുള്ള ഒരു കൂറും അതിനോടുള്ളൊരു സ്നേഹവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ വന്ന് കാല് ചവിട്ട് നിൽക്കുമ്പോൾ അനുഭവിക്കുന്നൊരു സന്തോഷവും മനസ്സമാധാനവും അത് വേറെ എവിടെ ചെന്നാലും കിട്ടാറില്ല. നാട്ടിൽ എവിടെയൊക്കെ പോയാലും, വേറെ വിദേശ രാജ്യങ്ങളിൽ പോയാലും ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഒരു ആത്മഹർഷം, അതൊരു വല്ലാത്ത സുഖം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഉത്സവത്തിനാണ്, എനിക്ക് കഴിഞ്ഞ ഉത്സവത്തിനും ശരിക്കും ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും സന്തോഷം ഈ ഉത്സവത്തിനും. ദേവൻ്റെ ഈ ഉത്സവത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ഉത്സവത്തിന് നമ്മുടെ അമ്പലത്തിനെ കുറിച്ച് ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രീഭവാനീശ്വരം, അത് 8 പാട്ടോളം ഉണ്ട്. അതിലൊരു പാട്ട് വിഷ്വൽ ചെയ്തിരുന്നു. ശ്രീഭവാനീശ്വരം എന്നുള്ള ആ പാട്ടിൻ്റെ ആദ്യത്തെ പാട്ടിൻ്റെ വിഷ്വലൈസേഷൻ കഴിഞ്ഞു, അത് പ്രകാശനവും കഴിഞ്ഞു. യൂട്യൂബിൽ അത് ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും കാണണം, കേൾക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഭവാനീശ്വരനെ കുറിച്ചുള്ള പാട്ടാണ്. ഇനിയും തുടർന്ന് പാട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഉത്സവം ഏറെ പ്രധാനപ്പെട്ടതും ഏറെ സന്തോഷം തരുന്നതാണ്. അതിലൊരു 2 വരി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടാൻ സാധിക്കുമോ? അരുണദിവാകര പൊൻപ്രഭയിൽ വിളങ്ങുന്ന കൈലാസക്ഷേത്രം, പ്രഭാത പൂജയ്ക്ക് ദേവഗണങ്ങളും പ്രഭാത പൂജയ്ക്ക് ഭൂതഗണങ്ങളും തൊഴുതു നിൽക്കുന്നൊരു ക്ഷേത്രം, ശ്രീഭവാനീശ്വര ക്ഷേത്രം. വരികൾ തന്നെ എത്രയോ മനോഹരമാണ്. അത് ആ ഭവാനീശ്വര ക്ഷേത്രത്തെ കുറിച്ച് വളരെ ആകർഷണമായിട്ടുള്ള ആ ഒരു വരികളായിരുന്നു. അത് ജീവിതം ഈ ക്ഷേത്രസന്നിധിയിൽ അനുഭവിച്ച് വളർന്നവർക്ക് മാത്രമേ അത് അത്തരത്തിൽ ആ ഒരു കല പ്രകടനത്തിലൂടെ കാണിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രദീപേട്ടനും കുടുംബത്തിനും പ്രത്യേകം ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ആശംസകൾ നേരുകയാണ്. താങ്ക് യു പ്രദീപ്.